എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാർമിക് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടാണ് മനസ്സിലാക്കുന്നത്. നിങ്ങളൊരു കാർമിക് റിലേഷനിലൂടെയാണോ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളൊരു കാർമിക് സിറ്റുവേഷനിലൂടെയാണോ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നത്, എങ്ങനെ ഇതിൽ നിന്ന് പുറത്തു വരാം, എന്താണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ലൈഫ് ലെസൺസ്, അല്ലെങ്കിൽ ഇതെങ്ങനെ ഇതൊരു ലൈഫ് ലെസൺ ആയിട്ട് മാറുന്നു എന്നൊക്കെ നമുക്കിന്ന് നോക്കാം. സോ കർമ്മ എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം. എന്ത് നമ്മൾ കൊടുക്കുന്നു അത് നമുക്ക് തിരിച്ചു കിട്ടുന്നു. അത് ഈ ജന്മത്തിലാണെങ്കിലും ഏതൊക്കെ ജന്മങ്ങളിലൂടെ നമ്മൾ ചെയ്തു വെച്ചേക്കുന്നതിൻ്റെ ആ ഒരു എനർജി അത് തിരിച്ചു കിട്ടും. ആൻഡ് അതിനെ ക്ലിയർ ചെയ്യുന്നതോടെ ആ ഒരു പാഠം നമ്മൾ പഠിക്കുകയും ആൻഡ് ദ കർമ്മ വിൽ ബി ക്ലിയർഡ് ദെയർ. സോ ഇത് പഠിക്കുന്നത് വരെ നമ്മൾക്ക് ഈ ഒരു പാറ്റേൺസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ അതൊരു സിറ്റുവേഷൻ ആണെങ്കിലും അതൊരു വ്യക്തിയാണെങ്കിലും. സോ ഇതാണ് കർമ്മ റിലേഷൻ എന്ന് പറയുന്നത്. ഈവൻ ഇറ്റ്സ് എ ഫിനാൻഷ്യൽ ഇഷ്യൂ ആണെങ്കിലും ഒരു വ്യക്തി ഫിനാൻഷ്യലി ഒരുപാട് ഇഷ്യൂസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു ആൻഡ് അതിൽ നിന്ന് ഒരു മാറ്റവും കിട്ടുന്നില്ല. സോ അവിടെ കാണുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു കാർമിക് സിറ്റുവേഷനെ നമ്മൾ ഹീല് ചെയ്യുക എന്നുള്ളതാണ് കാണുന്നത്. ആൻഡ് ഇൻ എ റിലേഷൻഷിപ്പ് എങ്ങനെ നമ്മൾക്കതൊരു കാർമിക് റിലേഷൻഷിപ്പ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും? ഓഫ് കോഴ്സ് അത് അബ്യൂസീവ് ആയിട്ടുള്ളൊരു റിലേഷൻ ആയിരിക്കും, ഭയങ്കര ടോക്സിക് ആയിരിക്കും. അബ്യൂസീവ് ഇൻ ദ സെൻസ് എന്താ, അത് ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും നമ്മൾക്ക് എപ്പോഴും ടോർച്ചർ കിട്ടുന്ന ഒരു റിലേഷൻ ആയിരിക്കും കാർമിക് റിലേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ലൂപ്പ്. നമുക്കതിന്ന് പുറത്തു വരാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾക്ക് പുറത്തു വരണം എന്ന് നമ്മൾ ആഗ്രഹിച്ചാലും ഇതൊക്കെ എൻ്റെ കർമ്മമാണ്, ഞാൻ ഇതിൽ പെട്ട് കിടക്കുകയാണ്, ഞാൻ ഇതങ്ങ് അനുഭവിച്ച് തീർക്കാം എന്നുള്ള ധാരണയിൽ കിടക്കുന്ന റിലേഷൻസ് ആണ് കാർമിക് ആയിട്ടുള്ള റിലേഷൻസ്. ഒരു തരത്തിലുള്ളൊരു ഗ്രോത്ത് ഉണ്ടാവില്ല. രണ്ട് കൂട്ടർക്കും ഒരു തരത്തിലുള്ളൊരു ഗ്രോത്ത് ഉണ്ടാവത്തില്ല. ഈ കാർമിക് റിലേഷനെ നമ്മൾ അട്രാക്ട് ചെയ്യുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ, ഓഫ് കോഴ്സ് നമ്മളുടെ ലോവർ ചക്രാസ് ആക്റ്റീവ് അല്ലാതിരിക്കുന്ന സമയത്ത്, ഒരു ഇംബാലൻസിലായിട്ടിരിക്കുന്ന സമയത്ത് അപ്പം നമ്മൾ ലോവർ ഫ്രീക്വൻസിയിലായിരിക്കും. ആ ഒരു ടൈമിലാണ് നമ്മൾ ഇത്തരം വ്യക്തികളെ കണ്ടുമുട്ടുന്നത്. ആൻഡ് ആ കണ്ടുമുട്ടുന്നത് നമ്മൾ ആദ്യമേ വിചാരിക്കും നമ്മളുടെ ഒരു ബെറ്റർ ഹാഫിനെ കിട്ടിയെന്നോ, അല്ലെങ്കിൽ ബെറ്റർ ഹാഫ് ഇൻ ദ സെൻസ് ഞാൻ പറയുന്നത് ഒരു പുരുഷനും സ്ത്രീയും തന്നെ ആവണമെന്നില്ല കാർമിക് റിലേഷനിൽ പെടുന്നത്. അത് നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉള്ളവർ തന്നെ ആയിരിക്കാം, ആര് തമ്മിലും ആയിരിക്കാം ആ ഒരു റിലേഷൻ ഉണ്ടാകുന്നത്. പക്ഷെ നമ്മൾ ഫസ്റ്റ് സൈറ്റിൽ നമ്മൾ വിചാരിക്കുന്നത് ഓക്കെ നമ്മൾക്ക് എന്തോ കിട്ടി, നമുക്ക് എന്തോ പെട്ടെന്ന് ഒരു അട്രാക്ഷൻ തോന്നും. അതെന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ലോവർ വൈബ്രേഷനിൽ നിൽക്കുമ്പം ആ ലോവർ വൈബ്രേഷനിലായിട്ട് നിൽക്കുന്ന ആ വൂണ്ടഡ് ആയിട്ടുള്ള സെയിം വൂണ്ടായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുന്നത്. നമുക്കുണ്ടാവുന്ന അതേ വൂണ്ടഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും നമ്മൾ കണ്ടുമുട്ടുന്നത്. സോ ലൈക്ക് അട്രാക്ട് ലൈക്ക് എന്ന് പറയുന്ന കണക്ക് അവരുമായിട്ട് നമ്മൾ പെട്ടെന്ന് കണക്റ്റ് ആവുന്നു. ആൻഡ് നമുക്ക് തോന്നും ദിസ് ഈസ് മൈ. അപ്പം നമ്മൾ എന്തെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ വിചാരിക്കും ഓക്കെ ഐ മെറ്റ് മൈ സോൾമേറ്റ് എന്ന് വിചാരിക്കും. കാർമിക് റിലേഷനിലും സോൾമേറ്റിലും ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ പാടാണ്. ഒരേപോലെ തോന്നും ആ ഒരു റിലേഷൻ്റെ സ്റ്റാർട്ടിങ്. പക്ഷേ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. സോൾമേറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഗ്രോത്തിനെയും കൂടെ പരസ്പര പൂരകങ്ങൾ പോലെ, അതായത് രണ്ടുപേരും അവർ വളരും ആ ഒരു റിലേഷനിൽ. പക്ഷെ കാർമിക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു ലൂപ്പിൽ പെട്ട് നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവത്തില്ല. പക്ഷെ ഫസ്റ്റ് സൈറ്റിൽ നമ്മൾക്ക് തോന്നുന്നത് നമ്മൾ ഒരു സോൾമേറ്റിനെ കണ്ടുമുട്ടി എന്നുള്ളൊരു ഫീലായിരിക്കും കിട്ടുന്നത്. പക്ഷെ കുറച്ച് നാൾ പോകെയായിരിക്കും നമ്മൾ ആ ഒരു ലൂപ്പിലാണെന്ന് മനസ്സിലാവുന്നതും അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല. നമ്മളെ തന്നെ മനസ്സിലാക്കുന്നില്ല, സെൽഫ് ലവ് ഇല്ലാണ്ട് വരുന്നുണ്ടാവും. നമ്മളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും, ഞാനിതിൽ പെട്ടുപോയല്ലോ, പക്ഷേ ഇതിൽ നിന്ന് മാറാനും പറ്റുന്നില്ല. സോ ഇത്തരത്തിലുള്ള കാർമിക് റിലേഷൻ ആരുമായിട്ടും ഉണ്ടാവാം. ഇത് കാണിക്കുന്നത് ആക്ച്വലി കാർമിക് റിലേഷൻഷിപ്പ് നമ്മുടെ ബ്ലെസ്സിങ് ആണ്. എത്രയും പെട്ടെന്ന് ഇതുപോലെയുള്ള ആളുകൾ വരുവാണെങ്കിൽ നമ്മുടെ ലൈഫ് ലെസൺസ് എത്രയും പെട്ടെന്ന് പഠിക്കും. പക്ഷെ അത് മനസ്സിലാക്കാൻ പറ്റണം. ഇത് കാർമിക് ആണ്, കാർമിക് റിലേഷൻ ആണ്, ഇതെൻ്റെ ഗുരുവാണ്, ഇതിൽ നിന്ന് ഞാൻ പുറത്തു വരണം. സോ ഇത് കുറച്ച് പാടാണ്. പക്ഷേ ഇത് നമ്മൾക്ക് അത് മനസ്സിലാക്കി അവിടെ ഹീൽ ചെയ്ത്, ഇവിടെ സെൽഫ് ലവ് ആണ് ഇമ്പോർട്ടൻറ്റ്. നമ്മളെ സ്നേഹിക്കാൻ പഠിക്കുക, അതുവഴി നമ്മുടെ വൂൺസിനെ ഹീൽ ചെയ്യുക,
നമ്മളെപ്പോഴും പറയുന്നതാണ്, നമ്മൾ എന്താണോ പുറത്ത് എക്സ്പീരിയൻസ് ചെയ്തത് അത് നമ്മുടെ റിഫ്ലക്ഷനാണ്. സോ ഈ കാർമിക് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് കാണിക്കുന്നത് അത് നമ്മൾ ഹീൽ ആവാനുണ്ട് എന്നാണ് കാണിക്കുന്നത്. സെൽഫ് ലവ് വളർത്തുക ആൻഡ് നമ്മളുടെ ഹീലിങ്സ് ചെയ്യാം. സോ ഇങ്ങനെ നമുക്ക് കാർമിക് റിലേഷനിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ പറ്റും. ആൻഡ് കാർമിക് റിലേഷനിലായിട്ടുള്ള വ്യക്തി നമ്മുടെ ലൈഫ് ലെസൺസ് പഠിപ്പിച്ചിട്ട് ഇവർ നമ്മുടെ അടുത്തുനിന്ന് പോകും. ചിലപ്പോൾ നമ്മളെ ഏറ്റവും വലിയൊരു കുഴിയിലായിരിക്കും അവർ കൊണ്ടുപോയി വിടുക. പക്ഷെ അതിൽ നിന്ന് നമ്മൾ ഹീൽ ചെയ്ത് വന്ന് അവരുടെ അടുത്ത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ തുടങ്ങണം. ലൈക്ക് നമ്മൾക്ക് ചിലപ്പോൾ ഒരു ബ്രോക്കൺ റിലേഷൻഷിപ്പ് ആയിരിക്കാം. ആ വ്യക്തി എങ്ങനെ നമ്മൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ പറ്റും? ഇത് പല വ്യക്തികളും ചോദിച്ചിട്ടുണ്ട്, എന്നെ ഇത്രയും ക്രൂരത എനിക്ക് തന്നിട്ടുള്ളൊരു വ്യക്തിയുടെ എങ്ങനെ എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ പറ്റും? ഒരു കാര്യം മനസ്സിലാക്കാൻ മതി, ഇത് നമ്മളെ പഠിപ്പിക്കാൻ വന്ന നമ്മുടെ ഗുരുവാണ്. സോ ആ വ്യക്തിയെടുത്തായിരിക്കണം നമ്മൾ ആദ്യമേ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. സോ എല്ലാവരുടെ ലൈഫിലും ഇതുപോലെ ഒന്നോ അധികമോ ആയിട്ടുള്ള ടോക്സിക് റിലേഷൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾ അവരെയൊക്കെ കൗണ്ട് ചെയ്യുക, അവരെയൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, അവരെയൊക്കെ ബ്ലെസ് ചെയ്യുക. ഇതുവഴി നിങ്ങൾ ഹീലാവും. ഓക്കെ, സോ ഇതാണ് കാർമിക് റിലേഷൻഷിപ്പ്. ഇതിൽ നിന്ന് പുറത്തു വരേണ്ട വഴി സെൽഫ് ലവ് ആൻഡ് നമ്മുടെ സെൽഫ് ഹീലിങ്ങുമാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എക്സസൈസ്, ഹോപ്പോനോപോനോ, ഇതൊക്കെ നിങ്ങളെ ഒരുപാട് സഹായിക്കും കാർമിക് റിലേഷനിൽ നിന്നും കാർമിക് സിറ്റുവേഷനിൽ നിന്നും പുറത്തു വരാൻ വേണ്ടിയിട്ട്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിലൂടെ സോൾമേറ്റിനെ പറ്റിയിട്ട് നമ്മൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് തന്നെ മനസ്സിലാക്കാം. സോ താങ്ക് യു സോ മച്ച്. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്. നമസ്തേ.